നമ്മളേറ്റവും സങ്കടപ്പെടുത്തിയ വാർത്ത, അതായത് 3 ദിവസത്തിന് മുമ്പ് വന്ന വാർത്തയാണ്. രാജസ്ഥാനിലെ ദൗസയിൽ കുഴൽക്കിണറിൽ കുടുങ്ങിയ 5 വയസ്സുകാരൻ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. 250 അടി താഴ്ചയുള്ള കുഴൽക്കിണറാണ്. അതിൻ്റെ 150 അടി താഴ്ചയിലാണ് ഇപ്പോൾ കുട്ടി കുടുങ്ങിക്കിടക്കുന്നത്. ഉപേക്ഷിച്ച കിണറുകളൊക്കെ മൂടാൻ ഇപ്പോൾ നിയമം കൊണ്ടുവരുമെന്ന് രാജസ്ഥാനിലെ മന്ത്രി കിരോടിലാൽ മീണ പറയുന്നുണ്ട്. കാരണം എപ്പോഴും അത്യാഹിതം സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഈ മന്ത്രിമാരുടെ പ്രഖ്യാപനം വരിക. അതിനു മുമ്പ് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആക്ഷൻ ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഈ കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ നമ്മോട് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള സമാന്തര ഒരു കിണർ നിർമ്മിച്ച് അതിലിറങ്ങി കുട്ടിയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം തന്നെയാണോ ഇപ്പോഴും പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്ന കുഴൽ കിണറിൽ നിന്നും 20 അടി ദൂരത്ത് മറ്റൊരു വലിയ കിണർ നിർമ്മിച്ച് ആ വഴി ഈ കിണറിലേക്ക് ബന്ധം സ്ഥാപിച്ച് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി പൈലിംഗ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് ജില്ലാ അധികൃതർ അറിയിക്കുന്നത്. മറ്റെല്ലാ വഴികളും പരാജയപ്പെട്ട ശേഷമാണ് ഇത്തരത്തിലൊരു മാർഗത്തിലേക്ക് അധികൃതർ പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഏറ്റവും അവസാനമായി പരിശോധിച്ചത്. ആ ഘട്ടത്തിലും കുട്ടി ക്ഷീണിതനാണ് എങ്കിൽ പോലും സുരക്ഷിതനാണ് എന്നും സാധാരണ നിലയിലാണ് ഹൃദയമിടിപ്പും ശ്വാസവും എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം പരിശോധന നടത്തിയിട്ടില്ല. അത്തരത്തിൽ പരിശോധന നടത്തിയാൽ അത് കുട്ടി ഭയപ്പെടാനും ഉള്ള സാഹചര്യം ഉണ്ടാകുമെന്നതിനാലാണ് ഇത് ഒഴിവാക്കുന്നത് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മറ്റു പല രീതിയിലും കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പ്രാദേശികമായും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലും നടത്തിയിരുന്നെങ്കിലും എല്ലാം പരാജയപ്പെട്ട ശേഷമാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമീപത്ത് മറ്റൊരു കുഴൽ നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന കൂടി എത്തിയതോടെ സാങ്കേതികമായുള്ള കൂടുതൽ ഉപകരണങ്ങൾ അവരുടെ കൈവശമുള്ളത് കുട്ടിക്ക് സഹായകമാകും എന്ന നിഗമനത്തിലാണ് അധികൃതർ ഉള്ളത്. 48 മണിക്കൂറോളമായി സംസ്ഥാന ദുരന്ത നിവാരണ സേന കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഇതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും മണിക്കൂറുകളായി ഇത്തരം ഓക്സിജൻ കുറഞ്ഞ ഒരു സ്ഥലത്ത് ഇടുങ്ങിയ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് ആരോഗ്യനില മോശമാക്കും എന്ന നിഗമനം അധികൃതർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അടക്കമുള്ളവർ എല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. മന്ത്രിമാർ അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു. കിരോടിലാൽ മീണ, രാജസ്ഥാൻ മന്ത്രി കിരോടിലാൽ മീണ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് എന്നും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടാൻ ില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപേക്ഷിക്കപ്പെട്ടതോ ഒഴിഞ്ഞ പ്രദേശങ്ങളിലുള്ളതോ ആയ കുഴൽ കിണറുകൾ മൂടുന്നതിനായി നിയമം കൊണ്ടുവരും എന്നും അറിയിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി ഇപ്പോഴും പുരോഗമിക്കുന്നു. രാജ്യം മുഴുവൻ ദൗസയിലെ 5 വയസ്സുകാരനായ ആര്യന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് എന്നാണ് ജില്ലാ അധികൃതർ അറിയിക്കുന്നത്. എസ് കെ. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരം നൽകിയത്. കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം. ഇനിയും കേരളത്തിലും പല കുഴൽക്കിണറിൽ വീണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെ മൂടാതെ കിടക്കുന്ന കുഴൽക്കിണർ ഉണ്ടെങ്കിൽ അത് മൂടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.